അവിടെ മംഗലശ്ശേരിയിലെ സ്വാതിക്ക് വിഷമം തോന്നുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നം? അതെന്താണെങ്കിലും എന്നോട് പറ. ഏയ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു ദിവസം അച്ഛന്റെ അമ്മയുടെയും കൂടെ നിക്കണമെന്നൊരു തോന്നൽ. ഒരു നൊസ്റ്റാൾജിയ അന്ന് കൂട്ടിക്കോ. അല്ലാതെ ലച്ചു ഒന്നും അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല. അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെടുവാ. എന്നാ ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഓഫീസിലെ കാര്യങ്ങൾ നടക്കട്ടെ, അതല്ലേ നമുക്ക് പ്രധാനം. ഇന്ന് ഞാൻ പോയിക്കോളാം. പിന്നെ സഞ്ജുവിന് എന്നെ കാണാൻ എപ്പോ വേണമെങ്കിലും വീട്ടിലോട്ട് വരാമല്ലോ. ഞാൻ തിരിച്ച് മംഗലശ്ശേരിയിൽ വരുന്നതിനിടയ്ക്ക് അമ്മുവിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമല്ലോ. എന്ത് തീരുമാനം? അത് മറ്റെവിടെയെങ്കിലും ചികിത്സിക്കുന്ന കാര്യം ഒന്നുകൂടെ ആലോചിച്ചൂടെ? അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവില്ലേ? സ്വാതി, എന്താ കാര്യമൊന്ന് തെളിച്ച് പറ. ലക്ഷ്മിയാണല്ലേ പ്രശ്നം? അത് ഞാൻ പറഞ്ഞില്ലേ, അച്ഛന്റെ അമ്മയുടെയും കൂടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാനിപ്പോ പോകുന്നേ. അല്ല, ലക്ഷ്മി സ്വാതിയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ടാ. ഞാൻ പോകാൻ റെഡിയാവുക. അപ്പോ ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ സഞ്ജു. ഹലോ സ്വാതി. ലച്ച് സ്വാതിക്ക് ശല്യമായി തുടങ്ങി. അതാ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. ഈ പ്രശ്നം എങ്ങനെ ഒന്ന് പരിഹരിക്കുക? ജീവിതമാണ്, ഒരു ഉറച്ച തീരുമാനം എടുത്തേ പറ്റൂ. ചായ ഇപ്പൊ വേണോ? വേണ്ട. ശ്രീകുട്ടി, മോളെന്താ ഈ പെട്ടിയൊക്കെ ആയിട്ട്? ഞാൻ കുറച്ച് ദിവസത്തേക്ക് എന്റെ വീട്ടിലേക്ക് പോവാ. മോളെ, മോളെ ശ്രീകുട്ടി, മോളെ, നീ ഈ സമയത്ത് ഇത് ചെയ്യരുത്. സഞ്ജുവിനത് താങ്ങാനാവില്ല. സഞ്ജുവിനോട് പറഞ്ഞിട്ട് തന്നെ ഞാൻ പോകുന്നേ. അതിന്റെ കാര്യമൊന്നുമില്ല മോളെ. ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതില് ഞങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല. എന്നിട്ട് നീ എന്തിനാ മോളെ ഞങ്ങളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. ഞാൻ കാരണം ഇപ്പോ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് സഞ്ജുവാ. ചേച്ചി എന്തിനാ വീട്ടിലേക്ക് പോകുന്നേ? ചേച്ചിക്ക് ഇവിടെ നിന്നൂടെ? ചേച്ചി ഇവിടെ ഉള്ളത് എനിക്കൊരു സന്തോഷം. മറ്റുള്ളവരെ എത്ര കാലം സന്തോഷിപ്പിക്കാൻ പറ്റില്ലച്ചോ. കോമാളി വേഷം കിട്ടി മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവരും ആരും കാണാതെ പൊട്ടിക്കരയാറുണ്ട്. എന്തിന് സഞ്ജു വരട്ടെ, എന്നിട്ട് നീ പോയാ മതി. ഞാൻ തിരിച്ചു വരാൻ തന്നെ മുത്തശ്ശ പോകുന്നേ. സഞ്ജു വരട്ടെ മോളെ. നിനക്ക് വീട്ടിൽ പോണെന്നുണ്ടെങ്കിൽ നിന്നെ അവൻ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അതല്ലേ മോളെ ശരി? ശരി തെറ്റുകൾക്കൊന്നും ഇപ്പൊ ഒരു സ്ഥാനവും ഇല്ലാതായില്ലേ. കുറച്ചു ദിവസം എനിക്കൊന്ന് മാറി നിന്നേ പറ്റൂ. എന്നാ പിന്നെ ഞാനങ്ങ് ഇറങ്ങിയേക്കുവാ. വൈകാതെ തിരിച്ചു വരണേ മോളെ. വരാം മുത്തശ്ശി.
അമ്മ. എന്താ കവിത അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഗൗതം മംഗലശ്ശേരി നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. പറ, എന്താ പുതിയ വിശേഷങ്ങൾ? അവിടെ ആകെ പൊടി പൂരോ ഇപ്പോ. സസ്പെൻസിലാതെ കാര്യം പറ കവിത. അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. സ്വാതി അവളുടെ വീട്ടിലേക്ക് പോയി. എന്താ പ്രശ്നം? അവിടെ ആ ലക്ഷ്മി സദാസമയവും സഞ്ജുവിന്റെ പിന്നാലെ എന്റെ ഭർത്താവേ എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. അപ്പൊ സ്വാതി പിണങ്ങിപ്പോയതല്ലേ? കൊള്ളാം. എന്ന് വേണമെങ്കിലും പറയാം. ഗൗതത്തിന് അറിയാലോ, അടയും ചക്കരയും പോലെ നടന്നവരാ സ്വാതിയോ അമ്മു. ഇപ്പൊ സ്വാതിക്ക് ലക്ഷ്മിയോട് കുറേശ്ശെ വെറുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ കൊള്ളാം, അത് നമുക്ക് ഗുണകരമാവും. അമ്മുവിനോട് അവൾക്ക് ഇപ്പൊ തോന്നി തുടങ്ങിയ വെറുപ്പ് കുറേശ്ശെ കുറേശ്ശെ ഞാൻ വലിയ കലഹമാക്കി മാറ്റും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ലേ? സ്വാതിയുടെ ചെറിയ സംശയങ്ങളെ വലുതാക്കി വലുതാക്കി അത് വലിയ ഭൂകമ്പമാക്കി ഞാൻ മാറ്റുമെന്ന്. ഐഡിയ കൊള്ളാം. സഞ്ജു ഇപ്പൊ അവിടെ തനിച്ച് ഒറ്റപ്പെട്ട അവസ്ഥയില. ഈ സമയം ഗൗതം കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ശരിക്ക് തകർക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. മാനസികമായി തകർന്നു തുടങ്ങിയവനെ കൂടുതൽ തകർത്ത് ഭ്രാന്തിന്റെ അവസ്ഥയിൽ എത്തിക്കാൻ വളരെ എളുപ്പ. സംഗതി ശരിയാ, പക്ഷെ എനിക്കവിടെ നേരിട്ട് വന്ന് നിൽക്കാൻ പറ്റില്ല. അതൊന്നും സാരമില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ എന്റെ ഈ ബുദ്ധി തന്നെ ധാരാളം. സഞ്ജു, അവൻ തകർന്നടിന്ന് എനിക്ക് കാണണം. അതിനി അധിക ദിവസം വേണ്ടി വരില്ല. ഗൗതം നോക്കിക്കോ. കരയാൻ മറന്നു നിന്നോ യൊരിവേ. സിന്ദൂരമേ ഇരുൾ അമ്മയോ? മോനെന്താ ആലോചിക്കുന്നേ? ഒന്നും കഴിക്കുന്നില്ലേ? സ്വാതി പോയതാണോ നീ ഓർത്തിരിക്കുന്നത്? സാരമില്ല, അവള് വീട്ടിലേക്കല്ലേ പോയിരിക്കുന്നേ. അതത്ര സന്തോഷത്തോടെയുള്ള പോക്കായിരുന്നില്ലല്ലോ അമ്മേ. ശരിയാ, സ്വാതിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. കുറച്ചു ദിവസം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കട്ടെ, അപ്പൊ എല്ലാം ശരിയാവും. പിന്നെ നീച്ചെന്ന് വിളിക്കാതെ അവളിങ്ങോട്ട് പോരും. എന്തിനാ ഇവിടെ വന്ന് അമ്മുവിന്റെ ഓരോ നാടകങ്ങൾ കാണാനോ? മോനെ, നീ ഒന്ന് ഓർത്ത് നോക്കിയേ, അത് നാടകമാണോ? ശരിക്കും അവൾ അറിഞ്ഞുകൊണ്ടാണോ അതൊക്കെ ചെയ്യുന്നത്? എന്നേക്കാൾ നിനക്ക് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവുന്നതല്ലേ?
ഒക്കെ മനസ്സിലാവും. പക്ഷേ എന്ത് കാര്യമായാലും പരിധി കവിഞ്ഞാ ക്ഷമിക്കാൻ പറ്റില്ല. പിന്നെ അമ്മൂനെ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? അവളോടുള്ള നമ്മുടെ കടപ്പാട് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്തിന്? അതിന്റെ പേരിൽ ഇപ്പം വീട്ടിലേക്ക് പോയിരിക്കുന്ന സ്വാതി. അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ അമ്മൂനെ തള്ളി പറയാൻ പറ്റുമോ? അമ്മേ, ഇന്ന് അവൾക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ ഇട വന്നത് തന്നെ ശരിക്കും അമ്മുവിന്റെ പരിചരണവും പ്രാർത്ഥനയുമാ. അല്ലെങ്കിൽ തന്നെ നിനക്കങ്ങനെ വെറും കടപ്പാടാണോ അവളോടുള്ളത്? അങ്ങനെ ഒരു പാവം പെങ്കൊച്ചിനെ അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോ നടതള്ളുന്ന പാരമ്പര്യം ഈ കുടുംബത്തിനില്ല. അങ്ങനെ ചെയ്ത അതിന്റെ പാപം നിനക്കും സ്വാതിക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കുവാ കിട്ടാൻ പോകുന്നത്. അത് മറക്കണ്ട. എന്തായാലും ആരൊക്കെ എതിർത്താലും എന്റെ അമ്മൂനെ ഞാനിവിടുന്ന് ഇറക്കി വിടില്ല. പിന്നെ അമ്മൂന്റെ ശല്യം കൊണ്ട് നിനക്കിവിടെ നിൽക്കാൻ വയ്യെങ്കിൽ നീ അവിടെ ചന്ദ്രകാന്തത്തിൽ പോയി കുറച്ചു ദിവസം നിൽക്ക്. അപ്പൊ അത് സ്വാതിക്ക് ഇഷ്ടാവുമല്ലോ. ഭാര്യ വീട്ടി കുറച്ചുനാള് നിന്നെന്ന് കരുതി അത് കുറച്ചിലായൊന്നും കാണണ്ട. അങ്ങനെ ഒരു സാഹചര്യം വന്നു എന്ന് കരുതിയാൽ മതി. നീ ഒരു ജോലി ആവശ്യത്തിന് വിദേശത്തോ മറ്റോ പോയിന്ന് ഞാൻ അമ്മൂനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. എന്നാലും അമ്മ അമ്മുവിന്റെ കാര്യത്തിലൊരു തീരുമാനം പറഞ്ഞില്ല. എന്താ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള തീരുമാനമാണോ? ഇനി അതാ നിന്റെ തീരുമാനമെങ്കിൽ സമ്മതിച്ചു, അങ്ങനെ ആവാം. ഇന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്യാം. പക്ഷേ അമ്മു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ നിമിഷം ഞാനും അവൾക്കൊപ്പം ഇവിടുന്ന് പോയിരിക്കും. ഞാനും അമ്മുവും എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ഏതെങ്കിലും ചായക്കടയില് വല്ല എച്ചിലെടുപ്പ് പണിയെങ്കിലും കിട്ടാതിരിക്കുമല്ലോ. എന്താ വേണ്ടേ? ഇനി പറ. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. തുറന്നു പറയണം. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. അയ്യോ മോനെ, ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ച് തീർത്തോളാം. മോനെ, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ആരെയും കാണാൻ വേണ്ട. കുറച്ച് സമാധാനം വേണം. ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ അമ്മ, പ്ലീസ് പ്ലീസ് അമ്മ. മോനെ പ്ലീസ്. സഞ്ജു ഇതുവരെ ഉറക്കം എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു. ഓ, സഞ്ജു കുളിക്കുകയാണല്ലോ. എന്റെ പ്ലാൻ നടപ്പിലാക്കാൻ പറ്റിയ അവസരം. ഭാഗ്യം ഒന്നും അയൺ ചെയ്തിട്ടില്ല. അപ്പൊ കുളി കഴിഞ്ഞിറങ്ങിയാൽ ഉടൻ സഞ്ജു അയൺ ചെയ്യും. അത് കൊള്ളാലോ.
സ്വിച്ചിട്ട് അയൺ ചെയ്യാൻ സഞ്ജു ഒരുങ്ങുമ്പോൾ എല്ലാം ഫിനിഷ്. ആശ്വാസമായി. ആർക്കും സംശയം തോന്നണ്ടെന്ന് കരുതി കാപ്പി എടുത്തതാ. ചോദിച്ച കാപ്പി കൊടുക്കാനാണെന്ന് പറയാലോ. ഷോ, എന്തൊരു ഐഡിയ. കുളിക്ക്, ശരിക്ക് കുളിക്ക്. ഇന്ന് നിന്റെ അവസാനത്തെ കുളിയാ. രാജു ഷർട്ട് അയൺ ചെയ്തില്ലേ? അവന് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ ഏറ്റുപിടിക്കുന്നത്? അവനൊന്ന് കാണട്ടെ. സഞ്ജുട്ടാ, അയ്യോ, അമ്മയ്ക്ക് ദേ ഈ ഒരു മെഡിസിൻ വാങ്ങണം. സിറ്റിയിലെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെന്ന് പറഞ്ഞു. അതവിടെ വെച്ചിട്ട് പോയേ. സഞ്ജുട്ടാ, ഞാൻ ഇസ്തിരി ഇടാം. വേണ്ട, ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയല്ലേ. എന്നെ ശ്രദ്ധിച്ചോളാം സഞ്ജുട്ടാ. നീ ഒന്ന് പോകുന്നുണ്ടോ? എന്താ നോക്കിയിരിക്കുന്നേ? പോവാനല്ലേ പറഞ്ഞേ? സഞ്ജുട്ടാ, സഞ്ജുട്ടാ, സഞ്ജുട്ടാ. സഞ്ജുട്ടാ, സഞ്ജുട്ടാ, സഞ്ജുട്ടാ. മുത്തശ്ശ, അമ്മയൊന്ന് ഓടി വരണേ. സഞ്ജുട്ടാ, മുത്തശ്ശ. എന്താ എന്ത് പറ്റി? സഞ്ജു, ഇസ്തിരി പെട്ടെന്ന് സഞ്ജുട്ടിന് ഷോക്ക് അടിച്ചു. എന്ത് പറ്റി മോനെ? അയ്യോ, അയ്യോ, അയ്യോ. സഞ്ജു, എന്താ മോനെ? അമ്മ പേടിക്കാതിരിക്കണേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ലച്ചു ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തോടെ എന്റെ കഥ കഴിഞ്ഞേനെ. താങ്ക് യു ലച്ചു. മുത്തശ്ശ, ഇതൊന്ന് നോക്കിയേ. നോക്കടാ സഞ്ജു, ഇതാരോ മുറിച്ചു വെച്ചിരിക്കുക. ഈശ്വര, ഇൻസുലേഷൻ പോയതായിട്ട് കാണുന്നത്. ഇതാരാ ചെയ്തേ? ശരിയാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ ഇന്നലെ സഞ്ജുവിന് ഷർട്ട് അയൺ ചെയ്തത്. അയൺ ബോക്സിന് ഒരു തകരാറുമില്ലായിരുന്നു. ഇതാരോ എന്റെ മോനെ അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തത് തന്നെയാ. ഈശ്വര, നിൽക്ക്. നീ എന്തിനാ അത് ചെയ്തത്? ഏത് എന്ത് ചെയ്തു അച്ഛനീ പറയുന്നേ? നീ അയൺ ബോക്സിന്റെ കേബിൾ കട്ട് ചെയ്ത് വെച്ചതിനാ ചോദിച്ചത്. ഞാനോ? ഞാൻ ലക്ഷ്മിയുടെ വിളിയായിട്ട് അവിടേക്ക് ചെന്നത്. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. സത്യം പറ.
നീ സഞ്ജുവിനെ അപായപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ? അയ്യോ, അച്ഛൻ എന്തായി പറയുന്നേ? നമ്മുടെ സഞ്ജുനെ ഞാൻ അപകടപ്പെടുത്താനോ? എനിക്കെന്റെ മോനെ പോലെയല്ലേ അവൻ. ഷോ, അങ്ങനെ ചിന്തിക്കാനേ എനിക്ക് പറ്റൂ അച്ഛാ. അല്ലെങ്കിൽ തന്നെ എനിക്കെന്റെ സഞ്ജു മോനെ അപകടപ്പെടുത്തിയിട്ട് എന്ത് നേട്ടമുള്ളത്? നേട്ടമൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചതാ. പ്ലീസ്. അല്ല, ശരിയായ ധാരണ എനിക്കുള്ളൂ.